മാറി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. കാര്യം പറയാം. പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇനിയെങ്കിലും കുട്ടികളോടും സ്റ്റുഡൻസിനോടും നന്നായി പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളത് പറയാതിരിക്കുക. ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ അവരോട് പറയേണ്ടത് നന്നായി പഠിക്കുക, നല്ലൊരു ബിസിനസ്മാൻ ആവുക എന്നുള്ളതാണ്. ഈ ഒരു ആശയം പറഞ്ഞ് പഠിപ്പിച്ച് പ്രവർത്തിക്കുന്നവർ ഇന്ത്യയിലുണ്ട്. ഉദാഹരണം, ഇന്ത്യയിലെ വെറും 5% ആളുകൾ മാത്രം താമസിക്കുന്ന സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. എന്നാൽ ഇന്ത്യയിലെ 50% മില്യനേഴ്സും ഗുജറാത്തിൽ നിന്നാണ്. എന്താണ് ഇതിന്റെ കാരണം? ഇതിനു വേണ്ടി അവർ ഫോളോ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. 1, അവർ ആദ്യം തന്നെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ഫാക്ടറി പർപ്പസിലേക്ക് അവർ മാറും. എന്നിട്ട് അവർ സ്വന്തമായി ഒരു കാർ പോലും വാങ്ങും. അവർ ഇതിന് പറയുന്നത് ഫസ്റ്റ് ഫാക്ടറി സെക്കൻഡ് ഫെരാരി എന്നാണ്. നമ്മളാണെങ്കിലോ 14,000 രൂപ സാലറി ഉള്ള ഒരാൾ ആദ്യ മാസത്തെ സാലറി കിട്ടിയാൽ തന്നെ 2 ലക്ഷം രൂപയുടെ ബൈക്ക് EMI വാങ്ങും. പിന്നെ നമ്മൾ എങ്ങനെയാ വിജയിക്കുക? രണ്ടാമത്തേത്, ഗുജറാത്തികളിൽ റിസ്ക് എടുക്കുന്ന മൈൻഡ് സെറ്റ് അവരിൽ ഇൻബിൽട്ട് ആണ്. കാരണം അവർ അവരുടെ വീടുകളിൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ബിസിനസ്സും അത് സംബന്ധമായ കാര്യങ്ങളും മാത്രമാണ്. നമ്മുടെ നാട്ടിലോ വീട്ടിലോ സുഹൃത്തുക്കളിലോ നമ്മളൊരു ബിസിനസ് ആശയം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? 1% ആള് മാത്രമേ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി 99% ആളുകളും അതിനെ നെഗറ്റീവ് പറഞ്ഞ് പിന്നോട്ട് വലിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗവും. 3, ഗുജറാത്തികളിൽ ഫാമിലി ബിസിനസ്സുകളാണ് അവർ ചെയ്യാറ്. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, വൈഫ് എന്നിങ്ങനെ ടുഗദർ ബിസിനസ് ആണ് അവർ ചെയ്യാറ്. ഇത് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം ജ്യേഷ്ഠന്റെ കമ്പനിയിൽ അനിയന്റെ മകൻ ജോലിക്ക് കയറിയാൽ അന്ന് തുടങ്ങും നമ്മുടെ ഫാമിലി പ്രോബ്ലം. ഇതൊക്കെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ കുടുംബവും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ കേരളവും രക്ഷപ്പെടും. ഇനിയും കാണാം.